സ്വർണ്ണവില ഇടിയുന്നു. സ്വർണം വാങ്ങുന്നവർക്ക് നേട്ടം, ഇനിയും കുറയുമെന്ന സൂചന. അറിയാം പവന് വില. കൊച്ചി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കോടതിയിൽ തിരിച്ചടി നേരിട്ട പിന്നാലെ സ്വർണ്ണവിപണിയിൽ ഇടിവ്. രാജ്യാന്തര സ്വർണ്ണവിലയും കേരളത്തിലെ സ്വർണ്ണവിലയും കുറഞ്ഞു. ട്രംപിന്റെ അടുത്ത നീക്കം എന്താകുമെന്ന് നിരീക്ഷിക്കുകയാണ് വിപണി. യുഎസ് ഫെഡറൽ വ്യാപാര കോടതിയുടെ വിധിക്കെതിരെ യുഎസ് ഭരണകൂടം സുപ്രീംകോടതിയെ സമീപിച്ചേക്കും. വിവിധ രാജ്യങ്ങൾക്കെതിരെ ട്രംപ് ഇറക്കുമതി ചുങ്കം അധികമായി ചുമത്തിയിരുന്നു. യുഎസ് കോൺഗ്രസിന്റെ പരിധിയിൽ വരുന്ന നടപടി പ്രസിഡന്റ് ഏറ്റെടുത്ത് ചെയ്യുകയാണ് എന്ന ചോദ്യമാണ് കോടതിയിൽ ഉയർന്നത്. അധിക ചുങ്കം കുറയ്ക്കണമെന്ന് വിവിധ രാജ്യങ്ങൾ അമേരിക്കയുമായി ചർച്ച നടത്തി വരവെയാണ് കോടതി വിധി. ഇതിന് പിന്നാലെ വിപണിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഓഹരി വിപണികളെല്ലാം ഇന്ന് നേട്ടത്തിലാണ്. വിപണിക്ക് പുത്തന് പ്രതീക്ഷ വന്ന പോലെയാണ് പ്രതികരണം. ഡോളർ സൂചികയും കുതിക്കുകയാണ്. ഏറെ നാൾക്ക് ശേഷം ഡോളർ സൂചിക 100 കടന്നു. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില 3288 നിന്ന് 3260 കുറഞ്ഞു. വ്യാപാരം തുടരുന്നതിനാൽ ഇതിൽ നേരിയ മാറ്റം പ്രതീക്ഷിക്കാം. കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില. കേരളത്തിൽ ഇന്ന് ഒരു പവന് സ്വർണത്തിന് 71,160 രൂപയാണ് വില. 320 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഗ്രാമിന് 40 രൂപ താഴ്ന്ന് 8,895 രൂപയിലെത്തി. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 35 രൂപ കുറഞ്ഞ് 7,290 രൂപയായി. വെള്ളിയുടെ വില ഗ്രാമിന് 1 രൂപ കുറഞ്ഞ് 109 എന്ന നിരക്കിലെത്തി. നിലവിലെ ട്രെൻഡ് തുടർന്നാൽ വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുറഞ്ഞേക്കും. ബുധനാഴ്ച സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടായിരുന്നില്ല. എന്നാൽ ചൊവ്വാഴ്ച 2 തവണ വിലയിൽ മാറ്റമുണ്ടായിരുന്നു. രാവിലെ സ്വർണ്ണവില കൂടുകയും ഉച്ചയ്ക്ക് ശേഷം കുറയുകയുമാണ് ചെയ്തത്. ഇതിനുശേഷമാണ് ഇന്നത്തെ വിലക്കുറവ്. സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഇന്ന് നല്ല ദിനമാണ്. ഡോളറിനെതിരെ ഇന്ത്യന് 85 രൂപ 47 പൈസ എന്ന നിരക്കിലാണുള്ളത്. ക്രൂഡ് ഓയിൽ വില അല്പം കയറുകയാണ്. ബ്രന്റ് ക്രൂഡ് ബാരലിന് $65 പുതിയ വില. ബിറ്റ് കോയിന് വില 1.08 ലക്ഷമായി. ഇന്ന് ഒരു പവന് സ്വർണം വാങ്ങുന്നവർക്ക് പണിക്കൂലിയും മറ്റു ചെലവുകളും ചേർത്ത് 77,000 രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കാം. പഴയ സ്വർണം വിൽക്കുന്നവർക്ക് പവന് 69,500 രൂപ കിട്ടിയേക്കും. ഡോളർ മൂല്യം വർദ്ധിക്കുന്നത് സ്വർണം വാങ്ങാനിരിക്കുന്നവർക്ക് പ്രതീക്ഷയാണ്. ഡോളർ മൂല്യം കൂടുമ്പോൾ മറ്റു കറൻസികളുടെ മൂല്യം കുറയും. അവ ഉപയോഗിച്ചുള്ള സ്വർണം വാങ്ങലുകൾ ഇടിയാനും ഇത് കാരണമാകും. അതേസമയം ഇന്ത്യൻ രൂപ കാര്യമായ മുന്നേറ്റം നടത്തുന്നില്ല എന്നത് ആശങ്കയാണ്. ഇന്ത്യൻ രൂപയുടെ കരുത്ത് കൂട്ടാൻ ആർബിഐ ശ്രമം തുടരുന്നുണ്ട്.